ഖസാക്കിന്റെ ഇതിഹാസം അധ്യായം 3. പുരോഹിതൻ. 12 പള്ളികൾ അവിടെ നശിച്ചു പോയിട്ടുണ്ട്. അവയിലാണ് ഖസാക്കിന്റെ അനന്തമായ കാലം തളം കെട്ടി നിന്നത്. 12-ൽ ഏറ്റവും പഴയ പള്ളിക്ക് എത്ര പഴക്കം വരുമെന്ന് ചോദിച്ചാൽ അനേകായിരം കൊല്ലങ്ങളെന്ന് ഖസാക്കുകാർ പറയും. അസ്ഥിവാരവും ഇത്തിരി ചുമരും മാത്രമുള്ള ആ പള്ളി പുതുക്കി പണിയാൻ ഋഷിദേവാദികളോട് പുളിങ്കൊമ്പത്തെ പോതി ആവശ്യപ്പെട്ടുവത്രേ. കോഴി കൂവും മുമ്പ് പണി തീരണം. പക്ഷേ ദുർദേവതകൾ പാതിരാ നേരത്തു കൂവി ഋഷിദേവാദികളെ പറ്റിക്കുകയാണുണ്ടായത്. അങ്ങനെ ആർക്കും പുതുക്കി പണിയാൻ പാടില്ലാതെ ആ അവശിഷ്ടങ്ങൾ കിടന്നു. പല പള്ളികളുടെ അസ്ഥിവാരങ്ങൾ ചതുപ്പുകളിൽ അമ്പിപ്പോയിരുന്നു. മേൽപ്പൂരയില്ലാതെ ഖസാക്കിന്റെ വെളിമ്പുറങ്ങളിൽ നിന്ന് പള്ളികളുണ്ട്. മേൽപ്പൂരയും മതിലും കൊട്ടേമ്പടിയും ഉൾപ്പെടെ ഒന്നും തന്നെ അഴിഞ്ഞിട്ടില്ലായിരുന്നെങ്കിലും ആരാധനയുടെ പാരമ്പര്യമേറ്റ് പ്രേതഗ്രഹങ്ങളായി തീർന്നവയുമുണ്ട്. അങ്ങനെയൊന്നാണ് രാജാവിന്റെ പള്ളി. അറബിക്കുളത്തിന്റെ മേട്ടിൽ കാരപ്പൊന്തകൾ വളർന്ന ചതുപ്പിൽ അത് ഇരുട്ടടിച്ചു നിന്നു. 12-ാമത്തെ പള്ളിയായിരുന്നു അത്. 13-ാമത്തെ പള്ളിയിലായിരുന്നു അള്ളാപ്പിച്ച മൊല്ലാക്ക നിലയുറപ്പിച്ചത്. അള്ളാപ്പിച്ചയുടെ മുൻഗാമിയായ വാവൈ മൊല്ലാക്കയ്ക്ക് അള്ളാപ്പിച്ച എന്ന ചെറുക്കനെ കണ്ടുകിട്ടുകയാണുണ്ടായത്. മിയാൻ ഷെയ്ഖിന്റെ പുരോഹിതന്മാരത്രയും, അല്ലെങ്കിൽ അവരിൽ മിക്കവരും അഗതികളും പതികന്മാരുമായി ഖസാക്കിൽ എത്തുകയാണുണ്ടായതത്രേ. ചെതലിമല വലിയൊരു കാന്തക്കല്ലിനെ പോലെ അവരെ അവിടേക്ക് വിളിച്ചു. പുരോഹിതന്മാർ മലയടിവാരത്തിൽ കാത്തുനിന്ന് പിൻഗാമിയെ തേടിപ്പിടിച്ചു. 12 കൊല്ലം മുമ്പ് അള്ളാപ്പിച്ചയുടെയും തിത്തേബിയുടെയും മകൾ മൈമൂനയ്ക്ക് 16 തികയുന്ന കാലത്താണ് ചെതലിമലയുടെ അടിവാരത്തിൽ അവനെ കാണുന്നത്. മൈമൂനയുടെ പ്രായം, നീണ്ടു സ്ത്രൈണങ്ങളായ ചുണ്ടുകൾ, പുകചുറ്റിയ കണ്ണുകൾ, പെണ്ണിന്റേതെന്ന പോലെ ഒടിഞ്ഞ ചുമലുകൾ, ഗൗളിയുടെ ശബ്ദം, മഞ്ഞക്കിളിയുടെ കലമ്പൽ. അള്ളാപ്പിച്ച മൊല്ലാക്ക അവയത്രയും ചെവിക്കൊണ്ടു. ചെറുക്കൻ അയാളുടെ മുമ്പിൽ നിന്നു. അവൻ ചിരിച്ചു. നീ എങ്ക പോരാ? മൊല്ലാക്ക ചോദിച്ചു. പാമ്പ് പിടിക്ക പോരാ, അവൻ പറഞ്ഞു. എന്ത വിധமான പാമ്പ്? മൂർഖൻ, രാജവമ്പാല. എതുക്ക്? അവൻ മറുപടി പറഞ്ഞില്ല. ഉൻ പേര് എന്നാ കൂഷ്മകന്? നൈജാമലി. ഉനക്ക് അത്താ ഉമ്മ ഇരിക്കാ? കടയാത്. കുടി ഇരിക്കാ? കടയാത്. അവൻ ചിരിച്ചു. സ്ത്രേണമായ കവിളുകളിൽ നുണക്കുഴികൾ തെളിഞ്ഞു. ഇഴപറിഞ്ഞ തൂവത്തിൻ തൊണ്ടിന് ചോട്ടിൽ അവന്റെ വെളുത്ത തുടയിൽ തെളിഞ്ഞ ചെമ്പൻ രോമങ്ങൾ മൊല്ലാക്ക കണ്ടു. മൊല്ലാക്ക വീണ്ടും ചെവിക്കൊണ്ടു. അകലെ ചെതലിയുടെ കരിന്തഴകളിലൂടെ കാറ്റ് വീശുന്നു. മലമുടിയിൽ നിന്ന് കാട്ടുതീയിന്റെ പുക താഴോട്ട് പടർന്നു. പുകയുടെ വിരലുകൾ നീല നിഴലിച്ച മലഞ്ചെരിവിൽ ഷെയ്ഖ് തങ്ങളുടെ തിരുമൊഴി കുറിച്ചുകാട്ടി. ആ പ്രവചനത്തിന്റെ ദൃശ്യത്തിൽ ഖസാക്കിന്റെ പുരോഹിതൻ മുഴുകി. വീണ്ടും പരിസരബോധം വീണപ്പോൾ നൈസാമലി മുമ്പിൽ തന്നെ നിൽക്കുന്നതാണ് കണ്ടത്. കയ്യിൽ ഒരു പാമ്പുണ്ട്. കോട്ടത്തറികളിലും പടുവള്ളികളിലും പിണഞ്ഞു കിടന്ന് വഴിപോക്കരുടെ കണ്ണിൽ കൊത്തി വലിക്കുന്ന പച്ചിലക്കൊത്തി. നീ ഏൻ മൂർഖം പാമ്പെ പിടിക്കലേ? മൊല്ലാക്ക ചോദിച്ചു. എന്റെ പാമ്പും മൂർഖനാഹലാം, ചെറുക്കൻ പറഞ്ഞു. എന്ത കാലത്തില്? അതിനുടെ കാലം വരുപ്പോ. ശരി, മൊല്ലാക്ക പറഞ്ഞു. നീ ആയി പച്ചലക്കൊത്തി ബലാലിനെ വിട്. അവൻ അനുസരിച്ചു. പച്ചിലക്കൊത്തി ഒരു കാട്ടു തുളസി പൊന്തയിലേക്ക് നുഴഞ്ഞു കയറി. മൊല്ലാക്ക നൈസാമലിയുടെ നേർക്ക് കൈ നീട്ടി. ചൊറുക്കാൻ കാട്ടിത്തരുന്ന കാളക്കുട്ടിയെ പോലെ അവന്റെ കവിള് ആ കൈയിനോടടുപ്പിച്ചു. നീ എങ്കൂടെ വാ, മൊല്ലാക്ക പറഞ്ഞു. പുക പിടിച്ച കണ്ണുകളും സ്ത്രൈണതയേറ്റിയ ചുണ്ടുകളുമുള്ള പയ്യൻ ഖസാക്കിന്റെ പുരോഹിതന്റെ കൂടെ നടന്നു. വിശുദ്ധ വചനങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് മൊല്ലാക്ക വീട്ടിലേക്ക് കയറി വന്നത്. അന്ന് രാത്രി ആ വീട്ടിൽ ആരും ഉറങ്ങിയിട്ടില്ല. അങ്ങനെ നൈസാമലി ആ കുടുംബത്തിന്റെ ഭാഗമായി. ഇറച്ചിയും പത്തിരിയും ഉണ്ടാക്കി തിത്തീബി ഉമ്മ അവന് വിളമ്പിക്കൊടുത്തു. ഏതും പറയാതെയാണ് വിളമ്പിയത്. ഏതും പറയാതെയാണ് അവൻ കഴിച്ചത്. അവനു കഴിക്കാൻ അരക്ക് കുഴമ്പ് അവർ കാച്ചി ചൂട് പിടിപ്പിച്ചു. അരക്ക് കുഴമ്പ് തേക്കുമ്പോൾ അവന്റെ ഉടല് തേനിന്റെ നിറമായി. പോക്കു വെയിലുകൊണ്ട് നിറം പിടിക്കാൻ അവൻ മുറ്റത്തെ നെന്തിയാർ വട്ടങ്ങളുടെ നടുവിൽ നിന്നു. 3 പെരുന്നാൾ കഴിഞ്ഞു ഒരു ദിവസം പെട്ടെന്നാണ് മൊല്ലാക്ക അത് ശ്രദ്ധിച്ചത്. നൈസാമലി മുടി കളഞ്ഞിട്ടില്ല. വാവു തോറും തല ചുരച്ചു കൊടുക്കാൻ മൊല്ലാക്ക ഒസാനെ ഏൽപ്പിച്ചതായിരുന്നു. നീ തല കളഞ്ഞില്ലയാ? മൊല്ലാക്ക ചോദിച്ചു. ഇല്ല, നൈസാമലി പറഞ്ഞു. ചുരുളമുടി കുരുന്നു പിടിച്ചിരുന്നു.
ബെക്കം കളഞ്ഞാളാ. മൊല്ലാക്ക പറഞ്ഞു. പിറ്റേന്ന് മൊല്ലാക്കയ്ക്ക് കൂമൻ കാവോളം ചെല്ലേണ്ടിയിരുന്നു. തിരിച്ചെത്തിയപ്പോൾ നൈസാമലി മുടി കളഞ്ഞിട്ടില്ല. മൊല്ലാക്ക ഒന്നും പറഞ്ഞില്ല. എന്നാൽ അത് മൊല്ലാക്കയെ അസ്വസ്ഥമാക്കി. മുടി വളർന്നു. മുടി വളർത്തിയവർ വേറെയുമുണ്ട്. അലം, അമീർ, സയ്യിദ്, അമീനുദ്ദീൻ ഖാൻ, മൊയ്തീൻ കണ്ണ്, അത്തര്. അവരിൽ ആദ്യം മുടി വളർത്തിയത് അത്തരാണെന്ന് തോന്നുന്നു. ഓത്തുപള്ളിയിൽ വരാൻ കൂട്ടാക്കാതെ ഇബിലീസിന്റെ കൂട്ടും കൂടി പുളിങ്കുരു പെറുക്കി നടന്നവനാണ് അത്തര്. ഇന്നവൻ മുതലാളിയാണ്. കൂമൻകാവിലെ അവന്റെ ബീഡിക്കമ്പനിയിൽ 4 പേരിരുന്ന് തിരയ്ക്കുന്നു. എങ്കിലും അവന്റെ തലയിൽ താരണവും പേനുമുണ്ടാകുമെന്ന് മൊല്ലാക്ക നിരൂപിച്ചു. നൈസാമലേ, തലമുടി വളർത്തിക്കൂടാ. തിത്തീബിയുമ്മ മൊല്ലാക്കയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. സാരമില്ല, മുടി വളർത്തിപ്പോയെങ്കിൽ അതിലെന്താണ് ഇത്ര? തപ്പ്. അവൻ എന്ത ദേശത്തേക്ക് മൊല്ലായാഹ പോണവൻ. തപ്പ്. മൊല്ലാക്ക വീണ്ടും പറഞ്ഞു. അവൻ മൈമൂനക്ക് മാപ്പള. അത് പറഞ്ഞത് മറ്റാരോ ആണെന്ന് മൊല്ലാക്കയ്ക്ക് തന്നെ തോന്നി. ആ നിമിഷത്തിൽ അയാൾ മൈമൂനയുടെ മണവാളനെ കുറിച്ചോ ഖസാക്കിലെ മൊല്ലായെ കുറിച്ചോ ഓർക്കുകയായിരുന്നില്ല. മറിച്ച് ആ മുടിയെക്കുറിച്ച് മാത്രം എന്തെന്നറിയാത്തൊരു ഉദ്യോഗത്തോടെ ചിന്തിക്കുകയായിരുന്നു. അതിന്റെ നീലച്ചുരുളുകൾ തഴച്ചു വളർന്നു. മൈമൂനയുടെ മുടി പോലെ, തിത്തീബിയുടെ മുടി പോലെ അത് ആ നെറ്റിയിലും കവിളിലും ഉതിർന്നു വീണു. അന്നൊരു ദിവസം അത്തിക്കോടോളം പോകേണ്ടതുണ്ടായിരുന്നു മൊല്ലാക്കയ്ക്ക്. അവിടെ ഉണ്ടായിരുന്ന 2ാം വേളിയെ ആണ്ടി ഒരിക്കൽ ചെന്നു കാണാൻ അയാൾ മറക്കാറില്ലായിരുന്നു. 3-4 ദിവസം കഴിഞ്ഞേ തിരിച്ചു വരൂ. ആ ദിവസങ്ങളിൽ പള്ളിയിൽ ചെന്ന് ബാങ്ക് വിളിക്കാൻ നൈസാമലിയെ ഏൽപ്പിച്ച് മൊല്ലാക്ക യാത്ര തിരിച്ചു. മൊല്ലാക്ക മടങ്ങിയെത്തിയപ്പോൾ ബാങ്ക് വിളിച്ചിട്ടില്ല. തല തരിച്ചുപോയി. മൊല്ലാക്കയുടെ കലിയത്രയും മൈമുനയുടെ നേർക്കാണ് തിരിഞ്ഞത്. മുടി ചുറ്റിപ്പിടിച്ച് അയാൾ ചോദിച്ചു, എബഡടി അവൻ? എവനോ? ഇബിലീസ്. മൊല്ലാക്ക നേരെ പള്ളിയിലേക്ക് നടന്നു. കണ്ണുകൾ ഇരുട്ടടിക്കും പോലെ തോന്നി. കരിമ്പനപ്പട്ടകളിൽ കാറ്റു ശമിക്കുന്നില്ല. നരിച്ചീറുകൾ നിറഞ്ഞ മുകൾ തട്ടിലേക്ക് അയാൾ കയറി. ചെവിക്കുറ്റിന്മേൽ കൈപ്പടം അമർത്തിക്കൊണ്ട് അല്ലാപ്പിച്ച മൊല്ലാക്ക വാങ്കു വിളിച്ചു. സുബഹിനും സുഹറിനുമിടയ്ക്കാണ് അസമയം. ഏതോ വിപൽസ്വരം പോലെ ഖസാക്കുകാർ ആ ബാങ്കുവിളി ചെകിടോർത്തു. നട്ടുച്ചയുടെ മോഹാലസ്യത്തിൽ മൊല്ലാക്ക നൈസാമലിയെ കണ്ടു. പള്ളിക്കാട്ടിൽ വാവരിന്റെ മീസാൻ കല്ലിൽ ഇരുന്നു കൊണ്ട് വെയിലു കായുന്നു. മുടിച്ചിരുളുകൾ കാറ്റത്ത് ഉലർത്തിയിട്ട പോലെ തോന്നി. അന്ന് രാത്രി അത്തായമുണ്ണാൻ നൈസാമലി വന്നില്ല. മൊല്ലാക്ക മുറ്റത്ത് അങ്ങുമിങ്ങും നടന്നു. പിന്നെ തിണ്ണയിൽ വന്ന് ഇരിപ്പായി. തിത്തീബി ഉമ്മ അടുക്കളയിൽ ചെന്ന് കിണ്ണത്തിൽ ചോറ് വിളമ്പി. ശബ്ദമുയർത്താൻ ഭയന്നിട്ടെന്ന പോലെ അവർ മൈമുനയോട് പറഞ്ഞു, "എന്നാ അത്താക്ക് ചോറ് കൊണ്ടുപോയി വെയ്യ്." ഇടനാഴിയിൽ തടുക്കയിട്ട് ചിമ്മിണി വിളക്ക് വെച്ച് മൈമുന ചോറ് വെച്ചു. അവൾ പതുക്കെ വിളിച്ചു, "അത്തോ?" മറുപടിയില്ല. അവൾ അകായിലേക്ക് മാറി. ഇത്തിരി കഴിഞ്ഞപ്പോൾ ചോറ് വിളമ്പിയ ചീനക്കിണ്ണം ഉടഞ്ഞു നുറങ്ങുന്ന ശബ്ദം കേട്ടു. മൊല്ലാക്ക പുറത്തിറങ്ങി. കാലൊച്ച പടി നടന്നു നീങ്ങി. തിത്തീബിയമ്മ കരഞ്ഞുറങ്ങി. മൈമുന കരഞ്ഞില്ല, ഉറങ്ങിയുമില്ല. പുറത്ത് നിലാവും കാറ്റും നിറഞ്ഞിരമ്പുന്നു. അത്തയുടെ അശാന്തതകളെ ഉമ്മയോ മകളോ കടന്നു ചെല്ലാൻ ധൈര്യപ്പെട്ടിട്ടില്ല. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഖസാക്കിലെ വെളിമ്പുറങ്ങളിൽ നിന്ന് അവൾ അത്തായുടെ പാട്ട് കേട്ടു. ബഷറലും ജിന്നീലും നാഗമുർസലായി ബാണാനെ ബിന്ദി താടിയും പിറ്റേന്ന് നൈസാമലി ഖസാക്കു വിട്ടു. കൂമൻകാവിലുള്ള അത്തരിന്റെ ബീഡി കമ്പനിയിൽ ചേരാൻ